ഈ മെഷീൻ ഏതാണല്ലേ? നമ്മളൊരു Ryzen 5 പ്രോസസ്സർ വരുന്ന ഒരു ഗെയിമിംഗ് PC ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുതലാളിയുടെ ഒരു സാധാരണ ഒരു മെഷീനല്ല. ഓക്കെ, Ryzen 5 പ്രോസസ്സർ വെച്ചിട്ടുള്ളൊരു ഗെയിമിംഗ് PC ബിൽഡ് ചെയ്തിരിക്കുകയാണ്. Ryzen 5 3600X എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. 6 കോർ 12 ത്രെഡ് വരുന്ന പ്രോസസ്സറാണ് ഈ സാധനം. ഇതിനെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ DDR4 3200 MHz വരുന്ന 16 GB റാം. നമ്മളിപ്പോൾ 8 GB ആയിട്ടുള്ളൂ. 16 വരുന്നുണ്ട്. 16 GB റാം വരുന്നുണ്ട്. ഗിഗാബൈറ്റിൻ്റെ GeForce 1660 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് 6 GB DDR6 ഗ്രാഫിക്സ് കാർഡാണ് ഉപയോഗിച്ചേക്കുന്നത്. അത്യാവശ്യം RGB എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു ക്യാമറയാണ്. പവർ സപ്ലൈ ഉപയോഗിച്ചേക്കുന്നത് കൂളർ മാസ്റ്ററിൻ്റെ 550 വാട്ട്സ് 80+ പവർ സപ്ലൈ ആണ് ഉപയോഗിച്ചേക്കുന്നത്. SMPS. മദർ ബോർഡ് വന്നേക്കുന്നത് ഗിഗാബൈറ്റിൻ്റെ വൈഫൈ സീരീസ് ഉള്ള മദർ ബോർഡാണ്. അതുകൊണ്ട് എക്സ്റ്റേണൽ 2.6 GHz 5 GHz വൈഫൈയോടൊപ്പം ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് സപ്പോർട്ടും കൂടെ ഉണ്ട് ഇതിന്. പിന്നെ ഓൺ ബോർഡ് M.2 SSD ഉള്ള സ്ലോട്ടുള്ള ബോർഡാണിത്. അപ്പോൾ കിങ്സ്റ്റൻ്റെ 240 GB M.2 SATA SSD നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സിസ്റ്റം സ്റ്റോറേജ് അതാണ്. മെയിൻ സ്റ്റോറേജ് 1 TB തോഷിബയുടെ താമസിച്ചേക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ. പിന്നെ Ryzen 5-നെ പറ്റിയുള്ളൊരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെങ്കിലും എന്നോട് പറയാണ്. ദിസ് ഇസ് സൂപ്പർ പവർ. 4Kയും 8Kയും 16K വരെയുള്ള വീഡിയോ എഡിറ്റിങ്ങിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് PC ബിൽഡാണ്. റെസൊല്യൂഷൻ പ്ലേബാക്ക് നമ്മൾ വീഡിയോ ടെസ്റ്റ് നടത്തുകയാണ്. Ultra HD videos 8K resolution. ഫുൾ 8K ആണ്. CPU പെർസെൻറ്റേജ് വളരെയധികം കുറവാണ്. 4:2. അധികം CPU യൂസ് ചെയ്യില്ല. ഫുൾ ഗ്രാഫിക്സ് കാർഡ് 59% ഗ്രാഫിക്സ് കാർഡ് വന്നിട്ടുണ്ട്. 60 ആ ഒരു റേഞ്ച് ഇരിക്കുന്നുണ്ട്. Ryzen 5 6 കോർ പ്രോസസ്സർ, 6 കോർ 12 ത്രെഡ് പ്രോസസ്സർ. സൂപ്പർ പവർഫുൾ സാധനമാണ്. NVIDIA GeForce GTX 1660 സൂപ്പറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. 6 GB ഗ്രാഫിക്സാണ്. ടൈമാണ് എടുക്കുന്നത്.